ദാ സാറേ. പ്രഫുൽ, പ്രഫുൽ എഴുന്നേക്ക്. നിനക്ക് 10 മണിക്കല്ലേ മീറ്റിംഗ്, 9 മണിയായി. നീ അത് മറന്നുപോയോ? എഴുന്നേക്ക്, അല്ലെങ്കിൽ നീ ലേറ്റ് ആവും. ശരി, ഞാനിപ്പോ ഓഫീസിലേക്ക് പോവാണ്, അല്ലെങ്കിൽ എനിക്ക് ലേറ്റ് ആവും. ഇപ്പൊ സവിത വരും, അവളെ കൊണ്ട് വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യിച്ചേക്കണം. നിനക്ക് കഴിക്കാൻ എന്താ വേണ്ടെന്ന് വെച്ചാൽ ഉണ്ടാക്കാൻ പറ. ഓക്കെ, ബൈ, ലവ് യു. പ്രഫുൽ, എന്താ ഇത്? നീ എന്നും ഇങ്ങനെയാ. നീ ലേറ്റ് ആവും, എന്നിട്ട് എന്നെ ലേറ്റ് ആക്കും. ബൈ എന്നെല്ലാം പറഞ്ഞ പോലെ. ഓക്കെ, ടാറ്റാ, ബൈ. സാറേ, സാറേ, കുഴപ്പമില്ല, ഞാൻ പിന്നെ വരാം. ആദ്യം പുറത്തൊക്കെ ക്ലീൻ ചെയ്യട്ടെ. സാരല്ല, നീ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തോ, ഞാൻ പോയി കുളിച്ചിട്ട് വരാം. ആ ശരി, എന്നാ അങ്ങനെ ആയിക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഓൺലൈൻ മീറ്റിംഗ് ഉണ്ട്. ആ ശരി ശരി സാറേ. സാറേ, സാറിനൊരു ചായ കൊണ്ടുവരട്ടെ? ശരി. സാറേ, ഇതാ ചായ കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ വെച്ചേക്ക്. നിക്ക് സാറേ, ഞാനെടുത്ത് തരാം. ദാ സാറേ. നീ ഇങ്ങോട്ട് വന്നേ. എനിക്കിന്ന് എന്തൊക്കെയൊക്കെ ചെയ്യാൻ തോന്നുന്നു. ഇന്ന് വേണ്ട പ്രഫുൽ, എനിക്കൊരു മൂഡില്ല. അല്ല, നിനക്കിത് എന്ത് പറ്റി? മൂഡില്ലെങ്കിൽ മൂഡ് ഉണ്ടാക്കിയെടുക്കും. ഞാൻ ഇന്ന് ആകെ ക്ഷീണിച്ചിരിക്കുക പ്രഫുൽ. ഇന്നൊട്ടും മൂഡില്ല. നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. വിടാനല്ലേ പറഞ്ഞേ? നീ എന്നും ഇതുപോലെ തന്നെയാ. ഇന്നൊന്ന് ഓക്കെ പറഞ്ഞേ പ്ലീസ് പ്രഫുൽ. ഞാൻ ആകെ ക്ഷീണിച്ചിരിക്കുക. ഐ എം വെരി ടയർഡ്. നീ എന്നും ഇതേ ഡ്രാമയാ കളിക്കുന്നത്. നല്ല മൂഡിൽ അടുത്ത് വരുമ്പോ എല്ലാം നശിപ്പിക്കും. എന്റെ ഫീലിങ്സ് ഒന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ.
എന്താ സാറേ, എന്തെങ്കിലും വേണോ? അത് അത് പിന്നെ ഞാൻ വെള്ളം കുടിക്കാൻ വന്നതാ, ഞാൻ എടുത്തോളാം. നിക്ക്, ഞാൻ എടുത്തുതരാം. പിന്നെ സവിത, നിന്റെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? അത് പിന്നെ സാറേ, ഞാനും എന്റെ അമ്മയാ ഉള്ളത്. അമ്മ അസുഖമായിട്ട് കിടപ്പിലാണ്. അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയായി ജോലി ചെയ്ത് കാശുണ്ടാക്കുന്നത്. ആഹാ, നിനക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലേ എന്നോട് പറഞ്ഞോ, ഞാനുണ്ട്. ശരി സാറേ. ശരി, എന്നാ നിന്റെ പണി നടക്കട്ടെ. ശരി. സാറേ, കാപ്പി. പ്രഫുൽ എഴുന്നേക്കുന്നുണ്ടോ? നിനക്ക് 9 മണിക്ക് മീറ്റിംഗ് ഉള്ളതാ. ലേറ്റ് ആവും, നീ ഒന്ന് എഴുന്നേക്ക്. ശരി, എനിക്ക് ഓഫീസിൽ പോകാൻ ലേറ്റ് ആവുന്നു. ഞാൻ ഇറങ്ങട്ടെ. ബൈ. സാറേ, സവിത, നീ സാറിന്റെ മുറി നന്നായി വൃത്തിയാക്കണം. ആകെ മാറാല പിടിച്ചു കിടക്കുക. പിന്നെ സാറിന് ഒരുപാട് കാപ്പി കൊടുക്കണ്ട. ഈയിടെയായിട്ട് കാപ്പി കൂടി ഇത്തിരി കൂടുന്നുണ്ട്. കേട്ടല്ലോ? ശരി. ഓക്കെ, എന്നാ ഇറങ്ങട്ടെ. ബൈ. സീ യു. ഓക്കെ, ബൈ. സാറേ, ഞാനിന്ന് ഇത്തിരി നേരത്തെ പോയിക്കോട്ടെ? എന്താ, വീട്ടിലെ വല്ല ജോലിയുണ്ടോ? അതെ സാറേ, അമ്മയ്ക്ക് സുഖമില്ലാതിരിക്കല്ലേ, അതുകൊണ്ട് ഇത്തിരി നേരത്തെ പോയാൽ കൊള്ളായിരുന്നു. ശരി, പക്ഷേ ഡിന്നറിനുള്ള ഭക്ഷണം നേരത്തെ ഉണ്ടാക്കി വെച്ചേക്ക്. ശരി സാറേ. ശരി. പിന്നെ സവിതേ, ഈ പൈസ ഇരിക്കട്ടെ. അമ്മയ്ക്ക് സുഖമില്ലാത്തതല്ലേ, നിനക്ക് ആവശ്യം വരും. ശരി.
എന്താ സാറേ, എന്തേലും വേണോ? അത് പിന്നെ ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നാ. സാരല്ല, ഞാൻ എടുത്തോളാം. ശരി. സവിത, സാറേ ആ ഗ്ലാസ് നിർത്ത. ആ ആ പിന്നെ സവിതേ, എന്താ സാറേ? ഇപ്പോ നിന്റെ അമ്മയുടെ അസുഖം എങ്ങനെയുണ്ട്? അമ്മയ്ക്കിപ്പോ മുമ്പത്തേതിലും കുറവുണ്ട്. ആ സാറെനിക്ക് കുറച്ച് പൈസ തന്നില്ലേ, അതുകൊണ്ട് ഞാൻ മരുന്ന് മേടിച്ചു കൊടുത്തു. ഇപ്പൊ അസുഖം നല്ല കുറവുണ്ട്. ആഹാ, അത് നല്ല കാര്യമാണല്ലോ. അതെ. ഇനിയും നിനക്ക് കാശിന്റെ ആവശ്യമെന്ന് പറയാൻ മടിക്കല്ലേ. എത്രയായാലും ഞാൻ തരാം. ഓക്കെ? ശരി. എന്റെ ഫോൺ അടിക്കുക അവിടെ. ശരി. ആരാന്ന് നോക്കിയിട്ട് വരാം. ശരി. വീട് സാറേ, ജോലി കുറേ ചെയ്യാൻ ബാക്കിയുണ്ട്. പിന്നെ എന്റെ ജോലികളൊക്കെ ആര് ചെയ്തു തരും? സാറിന്റെ എന്ത് ജോലിയുള്ളത്? സാറിന്റെ മുറിയൊക്കെ ഞാൻ വൃത്തിയാക്കിയതല്ലേ, മാറാലയൊക്കെ അടിച്ചു, സാറിന്റെ തുണിയൊക്കെ ഞാൻ അലക്കിയിടുകയും ചെയ്തു, കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കി തീർത്തു. ഇനി എന്ത് പണിയാ ബാക്കിയുള്ളത്? അപ്പൊ പിന്നെ എന്നെ സ്നേഹിക്കുന്ന ജോലി ആരെയും പറ, ഒന്ന് പറയാൻ. എന്റെ അമ്മോ. ഞാൻ ചെന്ന് നോക്കിയിട്ട് വരാം. ആ ഓ
ഇതൊരു ഹരമാ. ഈ സവിത, എന്നിട്ട് അവളുടെ കോഫിയും. അവളില്ലാതെ പറ്റില്ലെന്നാ തോന്നുന്നത്. എന്താ എന്ത് പറ്റി? ഇന്ന് മൂടൊന്നുമില്ലേ? ഇല്ല, ഇന്ന് ഞാൻ ടയർഡാ. എനിക്ക് ഉറക്കം വരാം. നീയും കിടന്ന് ഉറങ്ങാൻ നോക്ക്. പ്രഫുൽ, ദേഷ്യമാണോ? ദേഷ്യമൊന്നുമല്ല. ഇന്ന് ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ കണ്ണെരിയ. അതുകൊണ്ട് നീയും കിടക്ക്. എൻ്റെ കണ്ണെരിയുന്നു. വിട് സാറേ, ചേച്ചി എങ്ങാനും കണ്ട എന്ത് ചെയ്യും? ഇന്ന് നിന്നെ അങ്ങനെ വിടാൻ എനിക്ക് മനസ്സില്ല. സാറിനെ വിടാൻ എനിക്കും ഇപ്പം മനസ്സില്ല. പക്ഷെ എന്ത് ചെയ്യാനാ, വിട്ടല്ലേ പറ്റൂ. ചേച്ചി എങ്ങനെ ഇതറിഞ്ഞ എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ അവളെ വെടിവെച്ച് കൊന്നേക്കേ. ഇന്ന് എനിക്ക് നിന്നെ വിട്ടിട്ട് പോകാൻ മനസ്സ് വരുന്നില്ല. സാറെന്തായി കാണിച്ച? നീ എന്തായി ചെയ്ത പ്രഫുൽ? പ്രഫുൽ, നീ സവിതേനെ എന്തിനാ കൊന്നത്? അവൾ അങ്ങനെ എന്ത് തെറ്റാ ചെയ്തേ? ഇല്ല സർ, ഞാൻ കൊല്ലാൻ വന്നത് സവിതയായിരുന്നില്ല സർ. ഞാൻ കൊല്ലാൻ വന്നത് കരിഷ്മയായിരുന്നു. ഇല്ല സർ, നിങ്ങൾ പേപ്പേഴ്സ് ഒക്കെ റെഡിയാക്കിക്കോ. എനിക്കിനി അവൻ്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല. അവനെ കല്യാണം കഴിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഫാമിലിയുമായിട്ട് വഴക്കിട്ടു. എന്നിട്ട് അവൻ എന്താ ചെയ്ത്? വീട്ടു ജോലിക്കാരിയുമായിട്ട് അവിഹിത ബന്ധം ഉണ്ടാക്കി എന്നെ ചീറ്റ് ചെയ്യായിരുന്നു. ഇല്ല, എനിക്ക് ഡിവോഴ്സ് വേണം. ഈ മനുഷ്യന്റെ കൂടെ എനിക്കൊരു സെക്കൻഡ് പോലും ജീവിക്കാൻ പറ്റില്ല. പ്ലീസ് സർ. പക്ഷേ സവിത കരിഷ്മയുടെ സാരി ഉടുത്തോണ്ട് നിന്നോണ്ട് ഞാൻ അറിയാതെ
കരിഷ്മയ്ക്ക് പകരം ഞാൻ സവിതയെ കുത്തിയതാ സാർ. ഞാൻ അറിയാതെ ചെയ്താ സാർ. ആ സാരി പഴയതായി പോയി, അതുകൊണ്ടാ ഞാൻ സവിതയ്ക്ക് കൊടുത്തത്. പക്ഷെ നീ എന്തിനാ എന്നെ കൊല്ലാൻ തീരുമാനിച്ചത് പ്രഫുൽ? ഞാൻ നിനക്ക് എന്ത് ദ്രോഹമാ ചെയ്തത്? ഞാൻ ഇന്നലെ നീ ഫോണിൽ സംസാരിക്കുന്ന എല്ലാം കേട്ടു. നീ നിന്റെ വക്കീലിനോടല്ലേ സംസാരിച്ചേ? അയാളുടെ അടുത്ത് എന്നെ ഡിവോഴ്സ് ചെയ്യുന്ന കാര്യമല്ലേ നീ പറഞ്ഞേ? കാരണം നിനക്ക് ഞാനും സവിതയും തമ്മിലുള്ള ബന്ധം മനസ്സിലായി. അതുകൊണ്ട് നീ ആരും അറിയാതെ എന്നെ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു. പിന്നെ എനിക്ക് അറിയായിരുന്നു നീ അഥവാ കോടതിയിലേക്ക് പോയാ ഞാനും സവിതയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നീ ഉറപ്പായിട്ട് പറയുമെന്ന്. അതുകൊണ്ട് എനിക്ക് തോന്നി ഇതുകൊണ്ട് എനിക്ക് നാണക്കേടാവുമെന്ന്. അപ്പം ഞാൻ തീരുമാനിച്ചു നിന്നെ കൊന്നു കളയണമെന്ന്. അങ്ങനെ നിന്നെ കൊല്ലാൻ വേണ്ടി വന്നിട്ടാ സവിതയെ കൊന്നത്. സാറേ, ഞാൻ അറിയാതെ ചെയ്തു പോയതാ. എനിക്കൊരു അബദ്ധം പറ്റി. കോൺസ്റ്റബിൾ, ഇയാളെ പിടിച്ച സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാ. യെസ് സർ. സർ എനിക്ക് അറിയാതെ പറ്റിയൊരു തെറ്റാ സർ. സർ പ്ലീസ് സർ, എന്നോട് ക്ഷമിക്കണം സർ. സർ പ്ലീസ് സർ.